തൃശൂരിൽ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ അന്വേഷണം നടത്താനൊരുങ്ങി KPCC. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. അതേസമയം സംഘർഷത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി 20 പേർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർക്കാകെ നാണക്കേടുണ്ടാക്കിയ കൂട്ടത്തല്ലിൽ കർശന നടപടി വേണമെന്നാണ് ഗ്രൂപ്പ് ഭേദമന്യേ ആവശ്യപ്പെടുന്നത്. കെ മുരളീധരന്റെ പരാജയത്തിൽ സംശയനിഴലിലായ DCCക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്തം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഏറ്റെടുത്തെങ്കിലും തൃശൂരിലെ പോസ്റ്റർ യുദ്ധം കൂട്ടത്തല്ല് വരെ എത്തി. കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെയാണ് വിഷയത്തിൽ നേരിട്ട് ഇടപെടാനും അന്വേഷണം നടത്താനും KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും പാർട്ടിക്ക് ഇനിയും നാണക്കേട് ഉണ്ടാക്കരുതെന്നുമാണ് ഇരുവിഭാഗത്തിനും നേതാക്കൾ നൽകിയ താക്കീത്. കെ മുരളീധരനും ഇതേ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചും DCC ഓഫീസിലെ കയ്യാങ്കളിയെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി KPCC അധ്യക്ഷൻ K സുധാകരൻ തൃശൂരിൽ എത്തുമെന്നാണ് സൂചന. അതേസമയം ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ സജീവൻ കുരിയച്ചിറ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തി സജീവൻ കുരിയച്ചിറയുടെ മൊഴിയെടുത്ത പോലീസ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി 20 പേർക്കെതിരെ കേസെടുത്തു. അന്യായമായി സംഘം ചേരുക, മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.